ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു ലക്ഷ്മണൻ. നിങ്ങളീ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ വടവന്നൂർ ആണ്. വടവന്നൂരിൻ്റെ ഒരു കനാൽ ഭാഗമാണ്. ഇന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഇതുപോലുള്ള നമ്മുടെ പ്രദേശങ്ങൾ എങ്ങനെ നന്നായി പരിപാലിക്കാം എന്നതിനെ കുറിച്ച് നമുക്കിന്നിവിടെ പറയാം. ഇത് ഒരു ജലസേചന കനാലാണ്. വർഷത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ, ഒരു 2-3 മാസം മാത്രമേ ഈ കനാലിലൂടെ വെള്ളം ഒഴുകുകയുള്ളൂ, കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി. അല്ലാത്ത സമയത്ത് ഇത് ഡ്രൈ ആയി കിടക്കുന്നു. പക്ഷേ ഈ സ്ഥലം വൃത്തിയാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലേസ് മേക്കിംഗായി ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതിനായി കനാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് കനാൽ സൈഡ്, റോഡിന് സൈഡ് 6 മീറ്റർ അകലത്തിൽ മരങ്ങൾ വെക്കുക. വലിയ മരമല്ല, ചെറിയ മരങ്ങൾ ആകുന്ന ഉങ്ങ്, വേപ്പ് അതുപോലുള്ള ചെറുമരങ്ങൾ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ മനോഹരമായിരിക്കും. അത് വെക്കുക മാത്രമല്ല, വെച്ച് പരിപാലിച്ച് വളരും തോറും ഷേപ്പാക്കി വളർത്തി അതിന് ഇടയിൽ ഗാർഡൻ ചെയർ, വിളക്കുകാലുകൾ, വേസ്റ്റ് ബിൻ, പിന്നെ ചെറിയ പൂന്തോട്ടം എന്നിവയെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സ്ഥലം അതിമനോഹരമായിരിക്കും. ഇത് ഒരു വഴിയോര യാത്രക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രമായും ഒരു ഉല്ലാസത്തിനുള്ള ഒരു കേന്ദ്രമായും അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു സമയം ചിലവഴിക്കാനുള്ള ഒരു പ്രദേശമായി ഇതിനെയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയും വൈകിയിട്ടില്ല. നല്ലൊരു പ്രദേശം തന്നെയാണിത്. കൊല്ലങ്കോടിനടുത്തുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ആ പ്ലേസ്മേക്ക് ഉണ്ടാക്കുന്നത് മൂലം കൂടുതൽ ആളുകൾ ഇവിടെ നല്ലൊരു ഏരിയയാക്കി, നല്ലൊരു വികസിത ഏരിയയാക്കി വളർത്താവുന്നതേ ഉള്ളൂ. കൊല്ലംകോടിലേക്ക് തന്നെ ഒരു ആഴ്ച, ഒരു ഹോളിഡേ, ഒരു ദിവസം ഒരു 500 വാഹനങ്ങളോളം വരുന്നുണ്ട്. അപ്പൊ 500 × 4 ഒരു 2000 ആളുകൾ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10%, ഒരു 10-20% ഇവിടേക്ക് വരും. അപ്പോൾ ഈ സ്ഥലം ഇന്ന് വൃത്തിയായി കിടക്കും. ഈ കാട് പോലെ കിടക്കാതെ നല്ല വൃത്തിയായി പരിപാലിക്കുകയും ചെയ്യാം. എന്നും ആളുകളുള്ള സ്ഥലത്ത് മാലിന്യം കൊണ്ട് ഇടാറില്ല. അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മനോഹരമായിരിക്കും. നമ്മുടെ പൊതുയിടം, വഴിയോരം എന്നിവയാണ് എൻ്റെ മെയിൻ ഫോക്കസ് ഏരിയ. അവിടെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അത്രമാത്രം. ഇതിനടുത്ത് കുറെ വീടുകൾ ഉണ്ടെങ്കിലും അവരെയൊന്നും ബാധിക്കാത്ത തരത്തിൽ വേണം ഇത് ചെയ്തെടുക്കാൻ, പ്ലേസ് മേക്കിംഗ് ആക്കി എടുക്കാൻ. വിശ്രമ കേന്ദ്രം അത് എല്ലാവർക്കും ഒരു ആവശ്യമാണ്. തണലിടം അതും എല്ലാവർക്കും ഒരു ആവശ്യമായ കാര്യമാണ്. നമ്മുടെ ഓരോ സ്ഥലവും ഓരോ പൊതുയിടം, ഒരു തണലിടമായി മരങ്ങൾ വെച്ച് പരിപാലിച്ച് നല്ല പൊതുയിടമായി മാറ്റിയെടുക്കേണ്ടതുണ്ട്. വേറെ വലിയ പ്രവൃത്തികളൊന്നും തന്നെ ആവശ്യമില്ല. കുറച്ച് ഈ പറഞ്ഞ മരങ്ങളും പൂച്ചെടികളും വിളക്കുകാലുകളും ഗാർഡൻ ചെയറുകളും മാത്രം തന്നെ ഓരോ ഏരിയയും ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി
എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കുറച്ച് വീതി കൂടിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ ചെറിയ കളിപ്പാർക്കുകൾ, ഉപകരണങ്ങൾ വെക്കുകയോ ചെയ്യാൻ. അതുമൂലം ആ സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റിയെടുക്കാം. നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഒരു പ്ലേസ് മേക്കിംഗ് ഏരിയ എങ്കിലും ഉറപ്പായിട്ടും വേണം. നമ്മുടെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു ആവറേജ് 18 വാർഡ് 17 വാർഡുണ്ട്. ഒരു വാർഡിൽ ഒരു 500-400 വീടുണ്ടാവും ഒരു വാർഡിൽ. അപ്പോൾ ഒരു വാർഡിൽ ഏകദേശം 2000 ജനങ്ങളുണ്ടാവും, ഏകദേശമാണ്. അപ്പോൾ അവർക്ക് ഒരു വിശ്രമ കേന്ദ്രം, ഒരു ചെറിയൊരു പാർക്ക്, ചെറിയൊരു പ്ലേസ് മേക്കിംഗ് ഏരിയ എന്നതിനെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ടോ മാറി ചിന്തിച്ചുകൂടാ. അത്യാവശ്യം നല്ല വീതിയുള്ള, ഇവിടെ എത്തുമ്പോൾ നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല മരങ്ങൾ വെച്ച് നല്ല വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഏരിയ തന്നെയാണിത്. ഇത് വെക്കുക മാത്രമല്ല, നന്നായി പരിപാലിച്ച് ദിവസവും രാവിലെ പരിപാലിച്ച് വൃത്തിയാക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. വടവന്നൂര് കൊല്ലങ്കോടിന്റെ ഒരു പ്രധാന ഫോക്കസ് ഏരിയയാണ്. കൊല്ലങ്കോടിലേക്ക് വരുന്ന എല്ലാവർക്കും, പാലക്കാട് വഴി കൊല്ലങ്കോടിലേക്ക് വരുന്ന എല്ലാവർക്കും ഇതൊരു അട്രാക്ഷനായി മാറ്റിയെടുക്കുക തന്നെ വേണം. നമുക്ക് എത്ര നല്ല മനോഹരമായ പ്രദേശം. ഇതുപോലെ പ്രദേശങ്ങൾ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലുമുണ്ട്. അവിടേക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഓരോ സ്ഥലം നല്ല ആക്റ്റീവായിരിക്കുകയും വൃത്തിയും സൗന്ദര്യവും ഉണ്ടാകും. ഇതാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കേണ്ടത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതം മറ്റുള്ളവർ അറിയട്ടെ. ഇവിടെയും വിശ്രമിക്കാനുള്ള സൗന്ദര്യവൽക്കരണത്തിനും കളിക്കാനും വിശ്രമിക്കാനുള്ള ഒരു പ്ലേസ് മേക്കിംഗ് ഏരിയ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ.